KPCC നേതൃത്വത്തിന് 9ഓളം പരാതികൾ കിട്ടിയെന്നാണ് ഇപ്പോൾ വരുന്ന ചില റിപ്പോർട്ടുകൾ. ആ പരാതികളൊക്കെ മുക്കിയില്ലേ? മുക്കുന്നതിന് നേതൃത്വം കൊടുത്തവർ ആരായിരിക്കും? സ്വാഭാവികമായും അയാളെ ചേർത്ത് പിടിക്കുന്നവരും സംരക്ഷിക്കുന്നവരും. ആ സംരക്ഷിക്കുന്നതും ചേർത്ത് പിടിക്കുന്നത് ആരായിരിക്കും? അതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ? ഷാഫിക്കെതിരെ കൂടി അന്വേഷണം വേണം എന്ന് ഈ ഷഹനാസിന്റെ ഇപ്പോൾ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തൽ പ്രകാരമാണെങ്കിൽ ഷാഫിയെ കൂടി SIT സംഘം വിവരം എടുക്കണ്ടേ? ഷാഫി ഇതിപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒളിവിൽ കഴിയുന്ന വിദ്വാൻ അവനെ പിടിച്ചാൽ ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരും. അവനെ പിടിക്കുന്നതോടുകൂടി ആരെല്ലാമാണ് അവനെ സഹായിക്കുന്നത് എന്നും ആരെല്ലാമാണ് ഇത്തരം കൊള്ളരുതായ്മയ്ക്ക് കൂട്ടുനിന്നിട്ടുള്ളതെന്നും ആരെല്ലാമാണ് ഇതിനെല്ലാം ഒപ്പം നിന്നിട്ടുള്ളതെന്നും അയാളെ പിടിക്കുന്നതോടുകൂടി പുറത്തു വരും. അതുകൊണ്ടാണല്ലോ ഒളിവിൽ കഴിയുന്നത്. അതുകൊണ്ടാണല്ലോ കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെ അയാളെ സംരക്ഷിക്കുന്നത്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലെ പല നേതാക്കൾക്കും അയാൾ പുറത്തു കൊണ്ടുവന്നാൽ പോലീസിന് പിടിപെട്ടാൽ ആ പിടിപെടുന്നതോടുകൂടി പല കാര്യങ്ങളും അയാൾ തുറന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണല്ലോ VD സതീശനും സണ്ണി ജോസഫും ആവർത്തിച്ച് പറഞ്ഞ് ഞങ്ങൾ പണ്ടേ സസ്പെൻഡ് ചെയ്തു. എന്നിട്ട് ആ സസ്പെൻഷൻകാരനാണ് നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ കണ്ണാടിയിൽ കോൺഗ്രസിൻ്റെ യോഗത്തിൽ പങ്കെടുത്തത്. അതെ, അതിലെന്താ കുഴപ്പം? ഞാൻ പറയുന്നത് ആ നിലയിലേക്കല്ലേ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ ആളുകളായി മാറുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വലിയ അതീവ ക്രൂരകൃത്യം ചെയ്ത ഒരു ബലാത്സംഗ വീരൻ, ഗജ ഫ്രോഡ് രാഹുൽ മാങ്കുട്ടത്തെ എന്തിനവർ സംരക്ഷിക്കണോ? അപ്പോൾ സ്വാഭാവികമായി സംരക്ഷിക്കുന്നവർ ഈ സംഘത്തിലുള്ളവരല്ലേ? അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞ്. ഈ സംഘത്തെ കോൺഗ്രസിലെ മറ്റുള്ളവർക്ക് ഒരു ഭയം തോന്നുന്നുണ്ട് എന്നുള്ളത് ഉറപ്പല്ലേ?